നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രുസിക്കൽ വാലിസ് ടെസ്റ്റാണ്. അത് ആക്ച്വലി മോർ ദാൻ 2 or more പോപ്പുലേഷൻസ് ഉള്ളപ്പോഴാണ് ക്രുസിക്കൽ വാലിസ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അതായത് 2 പോപ്പുലേഷൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രുസിക്കൽ വാലിസ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ഈക്വൽ ടു എന്താണ് ഒരു സമയം കാണിക്കും. ഉദാഹരണത്തിന് കണ്ടില്ലേ, ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് 3 ഡിഫറെൻറ്റ് ടീച്ചിങ് ഗ്രൂപ്പ്സ്. ഇപ്പോൾ 3 ഗ്രൂപ്പ് എടുത്തു, ആ ഗ്രൂപ്പ് 3ഉം സെയിം ആണ്, അല്ലെങ്കിൽ ആ 3 ഗ്രൂപ്പിൻ്റെ മീഡിയൻ സെയിം ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നത്. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് പ്രൊഡക്ഷൻ അസംബിൾഡ് ബൈ 3 ഓപ്പറേറ്റേഴ്സ്. 3 ആണെന്ന് നിർബന്ധമില്ല, 3, 4, 5 2 അതിലധികം ഗ്രൂപ്പ് വന്നാൽ ആ ഗ്രൂപ്പുകൾ തമ്മിൽ സെയിം ആണോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മീഡിയൻ സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ദർ ഈസ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. മനസ്സിലായില്ലേ? ഇതുണ്ട് വേറൊരു ഹൈപ്പോത്തസിസ്, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് yields സപ്ലൈങ് ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ എത്ര ഗ്രൂപ്പുണ്ട് അത്രയും ഗ്രൂപ്പ് തമ്മിൽ സെയിം ആണ് എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സെയിം ആണോ അല്ലയോ, ഗ്രൂപ്പ് തമ്മിൽ സെയിം ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ക്രുസിക്കൽ വാലിസ് ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, പൂൾ ദ സ്കോപ്പ് ഓഫ് ഓൾ ഗ്രൂപ്പ്സ് ആൻഡ് അലോട്ട് ദം റാങ്ക്. നമ്മൾ നേരത്തെ മാൻ വിറ്റ്നിയിലും അല്ലെങ്കിൽ റാങ്ക് സം ടെസ്റ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ എന്താണ് എല്ലാം കൂടി ഒന്നിച്ചൊരു ഡാറ്റയാക്കിയതിന് ശേഷം അതിന് നമ്മൾ മിനിമം തൊട്ട് ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയത് വരെയുള്ള വാല്യൂസിന് റാങ്ക് കൊടുക്കും. മനസ്സിലായില്ലേ? Give lowest score the rank 1 and highest score the rank n. അപ്പോൾ ഏതെങ്കിലും ടൈ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പോലെ എന്താണ് അതിൻ്റെ ആവറേജ് എടുക്കും. അതാണ് പ്രൊസീജിയർ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് മാൻ വിറ്റ്നിയിൽ നമ്മുടെ വ്യത്യാസം, ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് വ്യത്യാസം ഉണ്ടെന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിലും നമ്മളിപ്പോൾ 3 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലും ഉള്ള ഇൻഡിവിജ്വൽസിന് നമുക്ക് വ്യത്യസ്ത റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. ആ റാങ്ക് എല്ലാം കൂടി ഓരോ ഗ്രൂപ്പിൻ്റെ റാങ്ക് ആഡ് ചെയ്യും. അതാണ് RI കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. 8th ഗ്രൂപ്പിൻ്റെ റാങ്കിൻ്റെ ടോട്ടലാണ് RI. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് 3 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ R1 ഉണ്ടാവും, R2 ഉണ്ടാവും, R3 ഉണ്ടാവും. ആ RI വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രുസിക്കൽ വാല്യൂസ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യുക. അതാണ് ഈ തൊട്ട് താഴെ കാണുന്ന H = 12/n × n+1 summation I from 1 to k RI²/ni - 3 × n+1. Okay, k is the number of group and n is the total number of score in all groups. Okay, then RI, total of rank of all the scores in ith group. Ni is the number of score in the ith group. Then the statistic H can be treated as chi-square if the അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അതിന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവണം. ആ ഡിസ്ട്രിബ്യൂഷൻ chi-square സ്റ്റാറ്റിസ്റ്റിക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ chi-square അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 5 എണ്ണമെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾ പൂൾ ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്ത പ്രൊസീജിയർ ഇനി ഇതിൻ്റെ ക്രൈറ്റീരിയ ആണ്. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ ഓഫ് chi-square with k - in degrees of freedom, then we reject the null hypothesis. And it is less than ആണെങ്കിൽ, കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ഓഫ് chi-square ആണെങ്കിൽ വി അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് ഒരു എക്സാമ്പിളിലേക്ക് വരാം. In an education experiment, 3 different methods of teaching were used for 1 month in 3 different groups of subjects to compare their effectiveness in learning
a course. The mark of the students so obtained in the 3 treatment groups are shown in table given below. അപ്പോൾ 3 ഗ്രൂപ്പാണ്: ഓഡിയോ വിഷ്വൽ, ബ്ലാക്ക് ബോർഡ്, സെൽഫ് ലേണിംഗ്. 3 ടീച്ചിങ് മെത്തേഡാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ നമുക്ക് എഫക്റ്റീവ്നെസ് കമ്പയർ ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് കിട്ടിയ മാർക്കാകാം ഓഡിയോ വിഷ്വൽ ക്ലാസ് മാത്രം കണ്ടുകൊണ്ട് കിട്ടിയ മാർക്ക്, ബ്ലാക്ക് ബോർഡ് ക്ലാസ്സിൽ വന്നുകൊണ്ടുള്ള മാർക്ക്, പിന്നെ സ്വന്തമായിട്ട് പഠിച്ച് കിട്ടിയ മാർക്ക്. അപ്പോൾ ഏതാണ് എഫക്റ്റീവ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് 3 സെയിം ആണോ എന്നുള്ളതാണ് ചോദ്യം, അതോ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മളത് ചെക്ക് ചെയ്യാണ്. ടെസ്റ്റ് ദ ഹൈപ്പോസ് ഓഫ് നോ ഡിഫറൻസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് under these 3 teaching methods at 5% level. So we have to compare these teaching methods based on these observations. Okay, so for this test we use the null hypothesis. There is no difference in the performance of 3 teaching groups against H1. There is difference. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? മാൻവിനിങ് ചെയ്ത പോലെ തന്നെ കമ്പൈൻഡ് ഡാറ്റയാകും. ഇത് കണ്ടില്ലേ? സീരിയൽ നമ്പർ കൊടുത്ത് സ്കോർ 22 ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെയുള്ള ഡാറ്റ നമ്മൾ എഴുതും, കമ്പൈൻഡ് സ്കോർ എഴുതും. അതിനുശേഷം അത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അതിൻ്റെ ഷോർട്ട് ഫോം എഴുതിയിരിക്കുന്നു. ഓഡിയോ വിഷ്വൽ, സെൽഫ് ലേണിംഗ്, ഓഡിയോ വിഷ്വൽ, സെൽഫ് ലേണിംഗ് എക്സെട്ര, ബ്ലാക്ക് ബോർഡ്, അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ പോലെ കൊടുക്കും. അതിനുശേഷം ഏറ്റവും ചെറിയ വാല്യൂ 22 22 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 1ഉം 2ഉം റാങ്കാണ് അതിന് വരിക. അപ്പോൾ അതിൻ്റെ ആവറേജ് 1.5. പിന്നെ 23 അതിന് നമ്മൾ 3 കൊടുക്കും. 25-ന് 4 റാങ്ക് കൊടുക്കും. 28-ന് 5 റാങ്ക്. 29-ന് 3 ഉണ്ട്. അപ്പോൾ 6, 7, 8ൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ആവറേജ് 7. ആ 7ആണ് കൊടുക്കുന്നത്. പിന്നെ 31 2 ഉണ്ട്. അത് 9-ൻ്റെയും 10-ൻ്റെയും ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് 9.5. 32 11. 34 3 ഉണ്ട്. അപ്പോൾ 12, 13, 14 അതിൻ്റെ ആവറേജ് 13. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 35 15 37 2 ഉണ്ട്. 16 17 പൊസിഷനിലുള്ളത്. അപ്പോൾ 16.5 റാങ്ക് കൊടുത്തു. പിന്നെ 38 2 ഉണ്ട്. അപ്പോൾ 18 19ൻ്റെ ആവറേജ് 39 20 40 21 41 40 22ൻ്റെ 23ൻ്റെ ആവറേജ് അതാണ് 22.5 42 24. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാത്തിനും റാങ്ക് കൊടുത്തു. അപ്പോൾ 3 ഗ്രൂപ്പുകൾ കമ്പൈൻ ചെയ്തിട്ട് ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ റാങ്ക് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് RI വാല്യൂസ് ഉണ്ട്. RI മീൻസ് എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റാങ്കുകളുടെ സം. അതിപ്പോൾ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് AV ഗ്രൂപ്പാണ്. അപ്പോൾ ഏതാണ് വരിക? 1.5 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് ദെൻ 9.5 പ്ലസ് 11 പ്ലസ് പിന്നെ വീണ്ടും 13 പ്ലസ് 22.5. ആ ടോട്ടലാണ് ഇവിടെ തന്നിരിക്കുന്നത് 71.5. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ റാങ്കിൻ്റെ സം അത് BB ആണ്. BBൻ്റെ അപ്പോൾ വരുമ്പോൾ 13 പ്ലസ് 13 പ്ലസ് 15 പ്ലസ് 16.5 പ്ലസ് 18.5 പ്ലസ് 18.5 പ്ലസ് 21 പ്ലസ് 22.5 പ്ലസ് 24. ഓക്കെ, അതാണ് നമ്മൾ ഇതുണ്ടല്ലേ 149. അടുത്തത് ഇതേപോലെ തന്നെ സെൽഫ് ലേണിംഗ് SLൻ്റെ ടോട്ടൽ. അപ്പോൾ 1.5 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 7 പ്ലസ് 9.5 പ്ലസ് 13 പ്ലസ് 16.5 പ്ലസ് 20 പ്ലസ് അത് ആഡ് ചെയ്യപ്പോൾ കിട്ടിയതാണ് 79.5. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടി. R1 കിട്ടി, R2 കിട്ടി, R3 കിട്ടി.
ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? h equal to 12 by n into n plus 1 by summation I from 1 to k ri square by ni minus 3 into n plus 1. So 12 divided by 24 into മൊത്തം 24 ഒബ്സർവേഷൻ 24 plus 1. ഓരോ ഗ്രൂപ്പിൽ 8 എണ്ണം വെച്ചാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെ ri സ്ക്വയർ 71.5 സ്ക്വയർ by 8 പ്ലസ് 149 by 8 plus 149 square by 8 plus 79.5 square by 8. അപ്പോൾ അതാണ് നമ്മുടെ സമ്മ് ഈ ഒരു ഇക്വേഷൻ. പിന്നെ 3 into 24 plus 1. So after simplification you will get 9.08. ഓക്കെ. ഇനി നമ്മൾ കൈ സ്ക്വയർ വിത്ത് 2D 3 ഗ്രൂപ്പാണുള്ളത്. അപ്പം കെ ഗ്രൂപ്പിൻ്റെ K-1 കൈ സ്ക്വയർ ടേബിൾ എടുക്കും. കൈ സ്ക്വയർ വിത്ത് 2 degrees ഓഫ് ഫ്രീഡം. അപ്പോൾ അത് ടേബിൾ ഞാൻ എടുക്കാം. ഇത് നോർമല് അത് കൈ സ്ക്വയർ വിത്ത് 2 degrees ഓഫ് ഫ്രീഡം 0.05. അപ്പോൾ എത്രയാണ്? 5.99. അപ്പോൾ അത് ഇതായിരിക്കും 5.9. ഈ ഒരു വാല്യൂ 0.05 കറസ്പോണ്ട് ചെയ്യും. ഓക്കെ. അഥവാ കൈ സ്ക്വയർ ടേബിളിൽ നിന്ന് എടുക്കുന്നതാണ്. അതെടുക്കുക. അതാണ് ടേബിൾ വാല്യൂ. കാൽക്കുലേറ്റഡ് വാല്യൂ 9.08. സിൻസ് ദ കാൽക്കുലേറ്റഡ് ടേബിൾ വാല്യൂ വി ക്യാൻ റിജക്ട് ദ നൾ ഹൈപ്പോസിസ്. എന്താണ് നൾ ഹൈപ്പോസിസ്? 3 ഗ്രൂപ്പും സെയിം ആണെന്നുള്ളത്. മനസ്സിലായി? അതായത് there is no significant difference in the performance of 3 different teaching groups എന്നുള്ളതാണ്. അത് നമ്മൾ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? there is a difference എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഫിസിക്കൽ വാല്യൂസ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് ചെയ്യേ വേണ്ടുള്ളൂ. അടുത്തൊരു പ്രോബ്ലം. The production volume of units assembled by 3 different operating units 9 shifts are given below. Check whether there is significant difference between the production volumes of units assembled by the 3 operators using Kruskal Wallis test at alpha equals 0.05. അപ്പോൾ ഇവിടെ 3 ഗ്രൂപ്പ് തന്നെയാണ്. ഡാറ്റ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഹൈപ്പോസ് there is no significant difference among production assembled by 3 operators. there is difference എന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ്. ഇനി നമ്മൾ ഇതിനൊക്കെ റാങ്ക് കൊടുക്കും. ഏറ്റവും ചെറിയ വാല്യൂ നമുക്കറിയാം. ഏറ്റവും ചെറുത് 15ആണ്. 15-നാണ് ഫസ്റ്റ് റാങ്ക് വരിക. ഉണ്ടല്ലേ? 15. ഇത് റാങ്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ 15 മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ അവസാനത്തത്, അതിന് ഫസ്റ്റ് റാങ്ക്. പിന്നെ 15 ശേഷം വരുന്നത് 19ആണ്. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ 8ാമത്തെ ഡാറ്റ, അതിന് സെക്കൻഡ് റാങ്ക്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത വരുന്ന വാല്യൂ 19 കഴിഞ്ഞാൽ പിന്നെ 20 ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 4ാമത്തെ വാല്യൂണ് 3 വരിക. അതാണല്ലേ, ഫസ്റ്റ് ഗ്രൂപ്പിൽ 4ാമത്തെ വാല്യൂന് 3. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡറിലാക്കിയിട്ട് എല്ലാ റാങ്കും അസൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഇത് റാങ്ക് മാത്രമേ തന്നിട്ടുള്ളൂ. So you add this rank, so you will get the R1 that is equal to 128, R2 is equal to 108, and R3 equal to 142. Okay, so you have information for the calculation of H. H is equal to 12 by n into n plus 1, that is 27. 27 അല്ല, 1 2 3 4 9 27. അപ്പോൾ 27 into 28 into
r1 square by n1, that is 128 square by 9, plus r2 square by n2, 102 square by 9, and r3 square by n3, that is 142 square by 9, minus n into n, 3 into n plus 1. So this is the calculated value. But we know that the table value is 5.99 as in the previous problem. So this calculated value is less than the table value. So we accept the null hypothesis. That is our conclusion. Okay. Anywhere an agricultural wants to study the effect of 4 different fertilizers on the yield in tons of a specific crop. The corresponding data is shown below. Check whether there is any significant difference among yields applying different fertilizers using Haskell-Wallis test. അപ്പോൾ ഇവിടെ 4 ഗ്രൂപ്പുണ്ട്. 4 ഗ്രൂപ്പും സെയിം ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? 4 ഗ്രൂപ്പിന് അല്ലെങ്കിൽ 4 ഗ്രൂപ്പിന് yield സെയിം ആണോ, അതായത് 4 ഗ്രൂപ്പിന് അപ്ലൈ ചെയ്ത ഫെർട്ടിലൈസറിൻ്റെ എഫക്റ്റീവ്നെസ് സെയിം ആണോ എന്നുള്ളതാണ് ശരിക്കും ഇപ്പം ചെക്ക് ചെയ്യുന്നത്. So there is no significant difference among yield applying different fertilizers. അതാണ് നമ്മൾ null hypothesis ആയിട്ട് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് there is difference എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് അതിൻ്റെ റാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ നമുക്കറിയാം, ഇത് നോക്കിയാൽ 8 ആണ്, 60 ആണ്. അപ്പോൾ 4ാമത്തെ ഗ്രൂപ്പിന് 3ാമത്തെ ഡേറ്റ അതാണ് ഇവിടെ 1 കിടക്കുന്നത്. ശരി, ഈ 1. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 68 ആണ്. അപ്പോൾ 3ാമത്തെ ഗ്രൂപ്പിൽ ആദ്യത്തെ അതാണ് സെക്കൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓർഡറിൽ ഇതിൻ്റെ എല്ലാ റാങ്ക് അസൈൻ ചെയ്യാം. റാങ്ക് അസൈൻ ചെയ്ത് ഇങ്ങനെ റാങ്ക് കിട്ടും. ഇനി നമ്മൾ ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ എടുക്കും. R1, R2, R3, R4. ഓക്കെ, so H is equal to 12 divided by n into n plus 1 summation I from 1 to k ri square by ni minus 3 into n plus 1. അങ്ങനെയാണ് H കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് ഈക്വൽ ടു ഇപ്പോൾ 16 16 ഡാറ്റയാണുള്ളത്. 12/16 × 17 പ്ലസ് R1 സ്ക്വയർ ബൈ n1, അതായത് 31.5 സ്ക്വയർ ബൈ 4. അടുത്ത് R2 സ്ക്വയർ ബൈ n2, 42.5 സ്ക്വയർ ബൈ 4. അടുത്ത R3 സ്ക്വയർ ബൈ n3, ദാറ്റ് ഈസ് 31 സ്ക്വയർ ബൈ 4. അടുത്ത R4 31 square by 4 minus 3 into 17. So this is the calculated value. Now what is table value? ഇവിടെ 4 ഗ്രൂപ്പുകളുണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. 3ൻ്റെ നേരെ ഇങ്ങോട്ട് നോക്കിയാൽ 7.815 ആണ് വാല്യൂ, കൈ സ്ക്വയർ വാല്യൂ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, 7.8. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം we accept the null hypothesis. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം.
An experiment was conducted to determine whether 4 specific intervals of patrolling in minutes by a quality inspector affect the number of acceptable bags produced per hour in a machine. The corresponding data for different periods with the 4 replications are shown below. Check whether there is any significant difference between the acceptable bags produced per hour using classical values test. അപ്പോൾ ഇതാണ് പീരിയഡ്സ് ഓഫ് ഇൻസ്പെക്ഷൻ. അപ്പോൾ കിട്ടിയിരിക്കുന്ന എന്താണ് ഡാറ്റയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ 4 ഗ്രൂപ്പും സെയിം ആണോ എന്ന് ടെസ്റ്റ്. അതിൻ്റെ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നേരത്തെ ഇതേപോലെ ഈ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതേ പ്രോബ്ലത്തിൻ്റെ തന്നെ ഐഡിയ ആണ് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, now we go to the run test. So what is run test? നമുക്കറിയാം, ഒരു എക്സാമ്പിൾ കാണാം. അത് കണ്ടില്ലേ, മെയിൽ ഫീമെയിൽ. ഇപ്പോൾ ഒരു സീക്വൻസ് ഓഫ് അറൈവിങ് കസ്റ്റമേഴ്സ് തന്നിരിക്കും. ഒരു ഉദാഹരണത്തിന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിൽ പർപ്പസിന് വേണ്ടിയിട്ട് അതിൽ മെയിൽ വരാം, ഫീമെയിൽ വരാം. അങ്ങനെ വന്ന ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. MM, FFF, MMM, FFF. F മീൻസ് ഫീമെയിൽ, M മീൻസ് മെയിൽ. അപ്പോൾ ഇതാണ് ഈ അടുപ്പിച്ച് വരുന്ന. ഇപ്പോൾ MM ഇതൊരു റണ്ണാണ്. അതുപോലെ തന്നെ FFF അത് വേറൊരു റണ്ണാണ്. വീണ്ടും MMM അത് വേറൊരു റൺ. വീണ്ടും FFF വേറൊരു റൺ. പിന്നെ ഒരു M, ഒരു F, അതൊക്കെ റണ്ണുകൾ തന്നെയാണ്. പിന്നെ 4M അതൊരു റൺ. അപ്പോൾ ഇതിനെയാണ് റൺ എന്ന് പറയുക, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എത്ര റണ്ണുണ്ട്? 9 റൺ, മനസ്സിലായില്ലേ? ഇനി അപ്പോൾ ലെറ്റ് N1 be the frequency of occurrence of a particular symbol in a whole stream of symbols and N2 be the frequency of occurrence of another symbol in whole stream of symbols and R be the number of runs. അപ്പോൾ എന്താണ് N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സീക്വൻസ്, അതിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ഫ്രീക്വൻസി. അതുപോലെ തന്നെ N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറീൻ്റെ ഫ്രീക്വൻസി. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റൺസ്, മനസ്സിലായത്? എന്താണ് ഈ നൾ ഹൈപ്പോസ് എന്ന് പറയുന്നത്? പറയുന്ന റൺ നൾ ഹൈപ്പോസ് ഇതാണ്: ദ ഒക്കറൻസ് ഓഫ് റൺസ് ഇൻ എ ഗിവൺ സ്ട്രീം ഓഫ് സിമ്പിൾസ് ഈസ് റാൻഡം. ഇങ്ങനെ വരുന്ന ഓരോ ഗ്രൂപ്പ് വരുന്നത് റാൻഡം ആയിട്ടാണ് വരുന്നതെന്നാണ് നൾ ഹൈപ്പോസ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് എന്തായിരിക്കും? ദ ഒക്കറൻസ് ഓഫ് റൺസ് ഇൻ എ ഗിവൺ സ്ട്രീം ഓഫ് സിമ്പിൾസ് ഈസ് നോട്ട് റാൻഡം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ നേരത്തെ എക്സാമ്പിൾ തന്നെ N1 equal the frequency of male, that is 10 ഉണ്ടോ നോക്കാം. 1 2 3 4 5 6 7 8 9 10. എത്ര ഫീമെയിൽ ഉണ്ട്? 1 2 3 4 5 6 7 8 9. N1 10ഉം N2 9ഉം ആണ്, മനസ്സിലായി? അപ്പോൾ N2 equal to 9, N1 equal to 10. നമ്പർ ഓഫ് റൺ എന്ന് പറഞ്ഞാൽ R equal to 8 ആണ്, മനസ്സിലായില്ലേ? എത്ര റണ്ണാണുള്ളത്? 8 റണ്ണാണത്. 1 2 3 4 5 6 7 8. 8 ഗ്രൂപ്പാണ്, 8 പ്രാവശ്യം വന്നിരിക്കും. അപ്പോൾ R equal to 8. ഓക്കെ, ഇനി നമ്മൾ എന്താണ് റൺ ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ. അത് ലോവർ വാല്യൂ 5ഉം അപ്പർ ക്രിട്ടിക്കൽ വാല്യൂ 16ഉം 5%. അപ്പോൾ അത് റൺ ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ ഉണ്ടെന്ന്. ഇത് റൺ ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ. അപ്പോൾ 10 എന്താണ് 10 9 അല്ലേ?
10.9 എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. 5-16. അതെ, 5-16 തന്നിരിക്കുന്നത്. അല്ലേ? ഇവിടെ കാണുന്നില്ല. ഇവിടെ 10ൻ്റെ നേരെ എടുക്കുക, ഇവിടെ 9ൻ്റെ നേരെ താഴേക്ക്. അപ്പോൾ ഇതാണ് ഈ വാല്യൂണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, 5-16. അപ്പോൾ അത് പക്ഷെ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ, അതായത് നമ്പർ ഓഫ് റൺ, അത് ഈ 5ൻ്റെയും 14ൻ്റെ ഇടയിലായതുകൊണ്ട് വി അക്സെപ്റ്റ് ദ നൾ ഹൈബസ്, അല്ലെങ്കിലാണ് റിജക്റ്റ് ചെയ്യുക. ഓക്കെ, വേറൊരു പ്രോബ്ലം ഉണ്ട്. The items inspected at a final inspection station of a production line are classified into good and bad as shown below. GGG, BB, GGG, B, GGGG, B, GGGG, B. Verify the result of inspection is random at a significance of 0.05. So, എത്ര ഗേൾസ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13. അതാണ് N1. അതുപോലെ നമ്പർ ഓഫ് ബോയ്സ് ആണ് N2, ദാറ്റ് ഈസ് 5. എത്ര റണ്ണുണ്ട്? 1 2 3 4 5 6 7 8 റണ്ണുണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ 8ആണ്. ഇനി ഈ 13.5ൻ്റെ ടേബിൾ വാല്യൂ നോക്കാം. 13.5, 13-ൽ 5 ഇത് വരിക, ഇത് വരിക 4. അപ്പർ വാല്യൂ തന്നിട്ടില്ല, 4ആണ് ക്രിട്ടിക്കൽ വാല്യൂ തന്നത്. 4 ഒരു ഹൈഫൺ, അവിടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ 4 ആയതുകൊണ്ട് നമ്മുടെ വാല്യൂ 4-നേക്കാളും ബിഗ്ഗറാണ്. അതുകൊണ്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. 8 is greater than or equal to 4. So we accept the null hypothesis. Thus the occurrence of runs is random എന്ന് പറയാം. അടുത്തൊരു പ്രോബ്ലം അതേപോലെ, the gender of arrival applicants at a passport is summarized below in terms of male and female. Verify whether the gender is arriving applicants is a random. Verify whether the gender at the significance of 0.05. ഇപ്പോൾ ഇവിടെ എത്ര റണ്ണുണ്ട്? 1 2 3 4 5 6 7 റണ്ണുണ്ട്. എത്ര മെയിലുണ്ട്? 12 ഉണ്ട്. എത്ര ഫീമെയിൽ? 7 ഉണ്ട്. നമ്പർ ഓഫ് റൺസ് 7. അപ്പോൾ 12 7 എന്നുള്ളതിൻ്റെ ടേബിൾ നോക്കുക. 12-ൽ 7, 12 7, അത് 5ഉം 14 ആണ്. മിനിമം വാല്യൂ 5, മാക്സിമം വാല്യൂ 14. So this 7 is lies between 5 and 14. So we accept the null hypothesis. ഇനി തന്നെ നമ്പർ ലാർജ് ആകുമ്പോൾ അതിന് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. If N1 and N2 both are more than 20, the sample is treated as a large sample. Situation, one can approximate the sampling distribution of R by normal distribution with the following mean and variance. Expectation of R equal to, ഇതാണ് മീൻ. ലാർജ് സാമ്പിൾ ടെസ്റ്റ് വരുന്നത് 1 + 2 N1 N2 by N1 + N2. Variance of R equal to sigma square, that equal to 2 N1 N2 into 2 N1 plus N1 N2 minus N1 minus N2, N1 plus N2 square, N1 plus N2 minus 1. അത് സെഡിൽ കൊടുക്കുന്നു, R മൈനസ് മ്യൂ ബൈ സിഗ്മ, എന്നിട്ട് സെഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ഈക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഇതുണ്ടല്ലോ, ഒരു വലിയൊരു റൺ തന്നു, കുറച്ച് അധികം ഉള്ളത്. സോ WW, the marketing manager of a company is keen in analyzing the outcomes of different quotations submitted by its customers. The outcome is either winning or losing for the order. The sequence outcomes of 40 different quotations are listed below. Check whether the events of winning or losing are random at a level of series 0.05. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന
ഫ്രീക്വൻസി. ഇവിടെ എത്ര റണ്ണുണ്ട്, എത്ര ഡബ്ല്യു ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 24. N2 എത്ര L ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 13 14 15 16. അതാണ് N2 16. എത്ര റണ്ണുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 റണ്ണുണ്ട്. അപ്പോൾ നമ്മൾ മ്യൂ കണ്ടുപിടിക്കും ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച്. മ്യൂ ഇസ് ഈക്വൽ 1 + 2 n1 n2 / n1 + n2 ആൻഡ് സിഗ്മ സ്ക്വയർ യൂസിങ് ദിസ് ഇക്വേഷൻ. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ മ്യൂ സിഗ്മ സ്ക്വയറും കിട്ടിക്കഴിഞ്ഞാൽ സെഡ് കണ്ടുപിടിക്കും. r - μ/σ. r എന്ന് പറഞ്ഞാൽ 17 - 20.2 / √8.96 -1.096. പക്ഷേ നമുക്കറിയാം ക്രിട്ടിക്കൽ 5% ലെവലിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. അതാണ് ഇതിൻ്റെ മോഡുലസ് സെഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യും. വലുതാണെങ്കിലാണ് റിജക്റ്റ് ചെയ്യുക. ഓക്കെ, 1.96-നേക്കാളും വലുതാണെങ്കിൽ റിജക്റ്റ് ചെയ്യും, ചെറുതാണെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ ചെറുതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. സോ വി അക്സെപ്റ്റ് ദ റൺസ് ആർ റാൻഡം എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് മീഡിയൻ ടെസ്റ്റ് ഫോർ 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ. മീഡിയൻ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻറ്റ്, 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിളിൻ്റെ മീഡിയൻ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഈ ടെസ്റ്റിലുള്ളത്. അപ്പോൾ നമ്മളെന്താണ്, അപ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ chi²ലേക്ക്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് അടുത്തൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഉൾപ്പെടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടിയായ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇവിടം വരെ, അതായത് ക്രൂസിക്കൽ വാല്യൂസ് ടെസ്റ്റും റൺ ടെസ്റ്റും, അത് രണ്ടും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക.